ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു പാർട്ട് 2ൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് തനിക്ക് ലെറ്റർ എഴുതുന്ന ഒരാൾ ടൈഫൂൺ തന്നെയാണെന്നൊരു ഉറപ്പിൽ ഇങ്ങനെ ടോൺഫ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ടൈഫൂൺ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും കവർ അവർ കഫേയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ച് വാങ്ങാനായിട്ട് അവൻ നേരെ ജിബിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനും ഒരു കവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും അവൻ്റെ കൊടുക്കാനായിട്ട് ഇവൻ ജിബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ടൈഫൂൺ അവന് വേണ്ടിയിട്ട് ആ ഒരു കവറിൽ വെച്ചിരുന്ന ലെറ്റർ ടോൺഫ് എടുത്ത് വായിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ടൈഫൂൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഗിഫ്റ്റും കൂടെ ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ്. എൻ്റെ ഒരു ഇതിൽ പഠിത്തത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും നിങ്ങൾ എപ്പോഴും നമ്പർ 1 ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വെച്ചേക്കുന്നത് ഒരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറ നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കണം. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പരസ്പരം എടുക്കുന്ന ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം മതി. തിരക്കാണെന്നറിയാം, എന്നാലും എൻ്റെ ഒരു ഗിഫ്റ്റ് നിങ്ങളിങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് വലിയ കാര്യമെന്ന് ഇങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ടോൺഫ തൻ്റെ സംശയം ശരിയാണെന്ന് ഉറപ്പിക്കാനായിട്ട് ടൈഫൂണായിട്ട് നേരിട്ട് അവന് കൊടുത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിലെ ലെറ്ററും പിന്നെ അവന് സീക്രട്ടായിട്ട് ലെറ്റർ എഴുതുന്ന ആളെന്നുള്ള ഐഡൻറ്റിറ്റിയിൽ ടൈഫൂൺ എഴുതിയ ലെറ്റേഴ്സും അവനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം കൂടെ ഹില്ലിൻ്റെ കൊടുത്ത ശേഷം ഈ ഹാൻഡ് റൈറ്റിങ്സ് സെയിം തന്നെയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹില്ല് നോക്കിയിട്ട് അതേ സെയിം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോൺഫ അവസാനം എനിക്ക് ആ ലെറ്റർ എഴുതുന്ന ആളാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചല്ല, എൻ്റെ മുന്നിൽ തന്നെ അവൻ വന്നു നിന്ന് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് ഓക്കെ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, ടൈഫൂണാണെന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ അവനെ എൻ്റെ അനിയനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന പയ്യൻ, ഞാൻ സ്നേഹിക്കണമെന്നും നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു അനിയൻ മാത്രം. ഈ രീതിയിൽ എത്തുമെന്നൊന്നും ഞാൻ ഒട്ടും തന്നെ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹില്ലാണെങ്കിൽ നിനക്ക് അവനോട് ദേഷ്യമുണ്ടോ, നിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു ഫീലിങ്സിൻ്റെ കാര്യമെല്ലാം മറച്ചു വെച്ചതിന് അതിൽ നിനക്ക് എന്തെങ്കിലും അവനോട് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യമൊന്നുമില്ല, ഈ ഒരു ലെറ്റർ എഴുതുന്ന ആൾ അവനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, അപ്പോൾ ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്, അവൻ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് തുറന്ന് പറയുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും കാലം ആളാരാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു, എന്നാൽ ഇപ്പം ആളാരാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അത്ര ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടൈഫൂണിനെയും ടേറിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടൈഫൂണാണെങ്കിൽ ടോൺഫിനെ കുറിച്ച് തന്നെ ഭയങ്കര നാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അവസ്ഥ കണ്ടിട്ട് നിനക്ക് ഈ ഒരു അവസ്ഥയിൽ കഫേയിൽ വന്നിരുന്ന് പഠിക്കാൻ വരെ പറ്റുമെന്ന് തന്നെ ടേർ ചോദിച്ചു പോകുന്നുണ്ട്. ആ സമയമാണ് ടേറിനെ പിക്ക് ചെയ്യാനായിട്ട് ഹില്ല് അങ്ങോട്ടേക്ക് വരുന്നത്. ഹില്ല് വരുന്നതും എപ്പോഴും ടോൺഫിക്ക് ടൈഫൂൺ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു ബ്ലൂ കളർ കവറാണ്. ഇന്നത്തെ ദിവസവും കൊടുക്കാനായിട്ട് വെച്ചേക്കുന്ന ഗിഫ്റ്റ് അവരവിടെ മറച്ചു വയ്ക്കാതെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഹില്ല് വരുമ്പോഴത്തേക്കും ഹില്ല് ആ ഒരു കവർ കാണുന്നുണ്ട്. ഓൾറെഡി ഹില്ലിന് ഇത് ടൈഫൂണാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കവറും കൂടെ കാണുമ്പോൾ അവന് നല്ല ഉറപ്പ് വരുന്നുണ്ട്. പെട്ടെന്ന് ഹില്ലിനെ കാണുന്നതും ടൈഫൂണാണെങ്കിൽ പെട്ടെന്ന് ഒരു കവർ എടുത്ത് മറയ്ക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ഹില്ല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, പെട്ടെന്ന് ടേറിനോട് നമുക്കെന്നാൽ പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കൂടെ വരുന്നുവെന്ന് ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ടൈഫൂൺ ആ ഒരു കവർ ജിബിൻ്റെ കയ്യിൽ കഫേയിൽ ഏൽപ്പിക്കാനുള്ളതുകൊണ്ട് തന്നെ ഇല്ല, നിങ്ങൾ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഹില്ലാണെങ്കിൽ ആ ഒരു കാര്യം ടോൺഫയ്ക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ടേറാണെങ്കിൽ നിനക്ക് ഈ സ്നാക്സ് എന്തെങ്കിലും വേണോ, എൻ്റെ പേന നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് മറങ്ങിയിരുന്നിട്ട് ആ ഒരു കവർ ഒളിപ്പിക്കാനായിട്ട് ടൈഫൂണിന് അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒളിപ്പിച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോവുകയാണ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ടേർ ഹില്ലിനോട് പോകുന്നുണ്ട്. ടൈഫൂൺ നേരെ കഫേയിലേക്ക് ചെന്നിട്ട് ആ ഒരു കവർ ഏൽപ്പിക്കുന്നുണ്ട്. അവന് വേണ്ടിയിട്ട് ടോൺഫയും കവർ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ജിബ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനത് കവറിൽ വയ്ക്കുന്ന സമയത്ത് ജിബാണെങ്കിൽ പോവല്ലേ, ടോൺഫ നീ വരുമ്പോഴത്തേക്കും നിനക്ക് കൊക്കോ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഡ്രിങ്ക്സ് ഇപ്പോൾ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്നൊക്കെ തിരിച്ച് അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ ആ സമയം തന്നെ ഈ കവർ ഇങ്ങനെ ബാഗിലോട്ട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ അടുത്തേക്ക് ടോൺഫ വന്നിരിക്കുന്നത്. ടോൺഫ ഈ കവർ കാണാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ബാഗ് അടയ്ക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ അതും കണ്ടിട്ടുണ്ടായിരുന്നു. ടോൺഫ വന്നിരിക്കുന്നത് ജിബ് കാണാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കൊക്കോയുടെ ഡ്രിങ്ക് എടുത്തുകൊണ്ട് വന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കെന്നും പറഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്ക് ഇങ്ങനെ ടൈഫൂണിന് നേരെ നീട്ടുന്നുണ്ട്. അപ്പോഴാണ് ടോൺഫ അവിടെ നിൽക്കുന്ന ജിബ് കാണുന്നത്. ടോൺഫ ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ആളോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ടൈഫൂൺ ഈ കഫേയിലെ സ്പെഷ്യലായിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്ക് ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ഇന്ന് അവൻ എന്തെങ്കിലും കവറും എല്ലാം വെച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓൾറെഡി അവൻ തന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവറാണെങ്കിൽ ടോൺഫയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ടോൺഫയോട് സാധാരണ ഈ സമയത്തല്ലല്ലോ വരാറ്, രാവിലെ വരാറ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിരുന്നു, അതുകൊണ്ടാണ് താനിപ്പോൾ വന്നതെന്ന് ടോൺഫ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അതിനൊരു കൊക്കോ കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കൊക്കോയുടെ ഡ്രിങ്ക് ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഒന്നും അറിയാത്ത പോലെ ടൈഫൂൺ അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടോൺഫ എന്നിട്ട് പോകാനായി തുടങ്ങുന്ന സമയത്ത് നീ കഫേയിൽ പഠിക്കാനല്ലേ പോകുന്നത്, എൻ്റെ കൂടെ വരുന്നോ എന്ന് ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. ജിബും ടൈഫൂണിന് അവൻ്റെ കൂടെ പോകുന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. സോ ടൈഫൂൺ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ കാറിൽ ഇരുന്ന് പോകുന്ന സമയത്ത് ടോൺഫ നിനക്ക് സുഖമാണെന്നെല്ലാം ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ചു ചോദിക്കുമ്പോൾ അതെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് ടോൺഫ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. എന്നോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാവുന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും ടൈഫൂൺ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു മെഡിക്കൽ എക്സാം എഴുതിയതിൽ പാസ്സായില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടോൺഫയോട് സോറി പറയുമ്പോഴത്തേക്കും എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ടൈഫൂൺ. അപ്പോൾ അത് പിന്നെ നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, എന്നിട്ട് ഞാൻ പാസ്സായില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കത് ഓർത്ത് സങ്കടമൊന്നുമില്ല, നീ ഓക്കെയാണ്, നിനക്ക് വിഷമമുണ്ടോ എന്നിങ്ങനെ അവനോട് തിരിച്ചു ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഇതെല്ലാം നടക്കുന്നത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. സോ അതിൽ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സീക്രട്ടായിട്ട് ലെറ്റർ എഴുതുന്ന ആളെന്നുള്ള ഐഡൻറ്റിറ്റിയിൽ ടൈഫൂൺ കൊടുത്ത കവറിൻ്റെ അകത്തുള്ള ലെറ്ററിൻ്റെ അകത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താനാണെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്, അതിനെനിക്ക് ധൈര്യം തന്നത് നിങ്ങളാണ്, അക്കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന്. ഇപ്പോൾ ടൈഫൂണിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു ലെറ്ററിൽ ടൈഫൂൺ പറഞ്ഞിരുന്നത് ഈ ഒരു പുതിയ കോഴ്സ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണെന്നുള്ള കാര്യം ഇപ്പോൾ ടോൺഫയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ടോൺഫ അതിങ്ങനെ ആലോചിച്ചിട്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണെന്ന് അവനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കഫേയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ടൈഫൂണിൻ്റെ ഫ്രണ്ട്സ് ആയാലും ടോൺഫയുടെ ഫ്രണ്ട്സ് ആയാലും ഈ ഒരു കഫേയിൽ വന്നിട്ട് തന്നെയാണ് പഠിക്കുന്നത്. സോ എല്ലാം കഴിയുമ്പോഴത്തേക്കും ടൈഫൂണിൻ്റെ കൂടെ ടോൺഫയെ അവനെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ മഴ ആയതുകൊണ്ട് തന്നെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ജാക്കറ്റ് അവനെക്കാളും വലുതായതുകൊണ്ട് തന്നെ അവൻ്റെ കൈ മുക്കാലും കവേർഡായിരുന്നു. അതിങ്ങനെ കാണുമ്പോഴത്തേക്കും ടോൺഫയ്ക്ക് പെട്ടെന്ന് ടോൺഫ അവന് ആ ഒരു സീക്രട്ടായിട്ട് ലെറ്റർ എഴുതുന്ന ആളെന്നുള്ള ഐഡൻറ്റിറ്റിയിൽ തിരിച്ചൊരു മറുപടിയായിട്ട് ഒരു കവർ കൊടുത്തതിൻ്റെ അകത്ത് ഒരു ജാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് അതിങ്ങനെ കയ്യിൽ ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ടൈഫൂൺ ആണെങ്കിൽ അവന് തിരിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു ജാക്കറ്റ് കാണുമ്പോഴത്തേക്കും ആ ഒരു ജാക്കറ്റ് അവൻ്റെ കയ്യിൽ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. സോ അതോർത്ത് ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും ടൈഫൂൺ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ഒന്നുമില്ല, നീയാണെങ്കിൽ ഭയങ്കര കുഞ്ഞാണെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ, അതായത് ദാവോ, നോർത്ത്, ടേർ, അവരുടെ കൂടെ ടൈഫൂൺ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുഞ്ഞാണെന്നൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് തന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടൈഫൂൺ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ടേറാണെങ്കിൽ ഓ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നോർത്താണെങ്കിൽ പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നിനക്ക് പൊക്കം ഇല്ലെന്നല്ലേ അവൻ ഉദ്ദേശിച്ചത് എന്ന് നോർത്ത് പറയുന്നുണ്ട്. ടേർ അപ്പോൾ എൻ്റെ പൊന്നെ ആ ഒരു മൂഡ് നശിപ്പിക്കാതെ ഇറങ്ങി പോടാൻ തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കഫേയിലേക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദാവാണെങ്കിൽ തനിക്ക് വർക്കുണ്ട്, താൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നേരും കഫേയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ജിബിൻ്റെ കയ്യിൽ ഇവന് വേണ്ടിയിട്ട് ടോൺഫ ഓൾറെഡി കവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇവൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ക്യാമറ കൊടുത്തല്ലോ, ആ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ഒരു സൂര്യൻ്റെ ഫോട്ടോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ വച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അവരിങ്ങനെ ഒരുമിച്ചിരുന്ന് നോക്കുന്നുണ്ട്. ആ സമയം തന്നെ പെട്ടെന്ന് ടൈഫൂൺ ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കുക, നമുക്ക് ടോൺഫ വരുന്നതിന് മുമ്പേ പോവാം, എൻ്റെ കയ്യിൽ ഈ കവർ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവന് കാര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ജിബിനോടും ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് ടോൺഫ കയറി വരുന്നുണ്ട്. ടോൺഫ കയറി വരുന്നതും ജിബ് ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട് ടൈഫൂൺ അവൻ കണ്ടു കാണുമെന്ന് എഴുതിയിട്ട്. എന്നിട്ട് ടോൺഫയോട് എന്തുപറ്റി നീ ഇപ്പോൾ വൈകുന്നേരം വരുന്നുണ്ടല്ലോ, നിനക്ക് ആ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അയാൾ ഞാനും തമ്മിൽ പരസ്പരം മീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ എനിക്ക് ഒരാളെ വഴിയെ പിക്ക് ചെയ്യാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിബ് ടൈഫൂൺ ഏൽപ്പിച്ചിട്ട് പോയ ആ ഒരു കവർ ഇപ്പോൾ ടോൺഫയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം ടൈഫൂണും ടേറും കൂടെ ആയിട്ട് നേരെ ഹില്ലും ജോഹാനും ആർത്തിടൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു കവറും കൊണ്ട് അങ്ങോട്ടേക്ക് ടോൺഫ വരുന്നത്. ആ ഒരു കവർ ടോൺഫയുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈഫൂൺ ആണെങ്കിൽ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. പക്ഷെ അവൻ പുറത്തൊന്നും കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടേറും അതുപോലെ തന്നെ താനൊന്നും കണ്ടിട്ടില്ല, തനിക്കൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് ഇതിൻ്റെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് ഹില്ല് മാത്രമല്ല ജോഹാനും ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ കാര്യം മനസ്സിലായിട്ട് അവരായപ്പോലും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയാലോ, എവിടെ പോകാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആർത്തിട്ട് ആ സമയത്ത് ഒരു കാര്യം ചെയ്ത് എൻ്റെ ഭാര്യ അതൊരു നടന്ന് പോയി അവനോട് ചോദിക്കാനായിട്ട് ജോഹാനോട് പറയുന്നുണ്ട്. ജോഹാൻ അപ്പോൾ നോർത്ത് വാഷ്റൂമിൽ പോയതാണെന്ന് പറഞ്ഞിട്ട് ടേറിനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോകണമെന്ന്. ടേറപ്പോൾ നമുക്കിപ്പോൾ കോളേജിൻ്റെ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത ആ ഒരു കടയിലേക്ക് പോകാം, അവിടെ നല്ല റിവ്യൂസാണ് ഞാൻ കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓക്കെ എന്ന് പറയുന്നുണ്ട്. പോകാനായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഹില്ലിൻ്റെയും ടേറിൻ്റെയും കൂടെ പോകാനായിട്ട് ടൈഫൂണിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ അവനെ ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ടൈഫൂണും ആ ഓക്കെ ഞാൻ ടോൺഫയോടെ വരാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജോഹാൻ ബാക്കിയുള്ളവരോട് നിങ്ങൾ പൊക്കോ, ഞാനാണെങ്കിൽ നോർത്ത് വന്നിട്ട് അവനെയും കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ടോൺഫ തന്നെ ടൈഫൂണിന് കയറാനായിട്ട് കാറിൻ്റെ ഡോറെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് പോകുന്ന സമയത്ത് ടൈഫൂണിൻ്റെ നിന്ന് കുറച്ച് മുന്നേ കിട്ടിയ ഒരു ബ്ലൂ കളർ കവറും അവൻ കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ടൈഫൂണിനോട് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ആ ഒരു കവർ എടുത്ത് വെക്കുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു തരാനായിട്ട് പറയുമ്പോൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫോട്ടോസ്, പിന്നെ ലെറ്റർ, പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തിൻ്റെ ഫോട്ടോസ് ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൂക്കളുടെ ഫോട്ടോസ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. ആ ഒരു ലെറ്ററിൻ്റെ അകത്ത് എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ വായിച്ചാൽ കുഴപ്പമില്ലെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കത് അറിയണമെന്നുണ്ട്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പറ്റുന്നില്ല, സോ നീ വായിച്ച് കേൾപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടൈഫൂൺ താൻ എഴുതിയ ലെറ്റർ അല്ല എന്നുള്ള രീതിയിൽ അതിങ്ങനെ എടുത്ത് വായിക്കാനായി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ
അകത്ത് എഴുതിയിരുന്നത് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന ചെടിയിലെല്ലാം അവസാനം പൂക്കൾ വന്നു തുടങ്ങി, എനിക്കത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പൂക്കളുടെ ഫോട്ടോസ് എടുത്ത് അയച്ചത്. നിങ്ങൾക്കും ഇതുപോലെ ചെടികൾ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഫൈനൽ എക്സാംസ് ആവാറായി വരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, നിങ്ങളും നന്നായിട്ട് തന്നെ പഠിക്കണം, നമുക്ക് ഒരുമിച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു എക്സാം എഴുതാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അത്രേ ഉള്ളൂ എന്ന് ടോൺഫ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തിരിച്ച് കവറിൽ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. വരുമ്പോഴാണ് ടോൺഫ തന്നെ കൊണ്ടുവന്നത് തൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കല്ല വേറൊരിടത്തേക്കാണെന്ന് ടൈഫൂണിന് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളല്ല അവരുടെ സ്ഥലത്തേക്കല്ലേ പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, നീ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടൈഫൂണിനെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓർഡർ ചെയ്ത ഫുഡെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ടൈഫൂണിനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഒന്നാമത് വീണ്ടും ഒരു കോഴ്സ് എടുത്ത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുവാണെങ്കിൽ എൻ്റെ ടൈം വേസ്റ്റായി പോകുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ഒരിക്കലുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കോഴ്സല്ലേ പഠിക്കാനായിട്ട് പോകുന്നത്, സോ ഒരിക്കലും അതൊരു ടൈം വേസ്റ്റ് അല്ല, പിന്നെ നീ ഏത് കോഴ്സാണ് എടുക്കാനായിട്ട് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയാണ് എടുക്കാൻ പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ആലോചിച്ചിട്ട് അതിലിങ്ങനെ കിട്ടാനായിട്ട് ആർട്സിൻ്റെ ലാംഗ്വേജസിൻ്റെ മാർക്ക് വേണ്ടത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വേണം, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അതിൻ്റെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ മിക്കവാറും ഞാൻ എല്ലാം മറക്കും എന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ടോൺഫ വേണമെങ്കിൽ ഞാൻ നിന്നെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ എങ്കിൽ ഓക്കെ താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും എന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ടൈഫൂൺ എന്തോ ചോദിക്കാനായിട്ടെന്ന് മനസ്സിലായിട്ട് ടോൺഫയാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ തനിക്കൊന്നും അറിഞ്ഞൂടാത്ത പോലെ തന്നെ ആ ഒരു ലെറ്റർ എഴുതുന്ന ആ ഒരു കവർ തന്ന ആൾ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോൺഫയും തനിക്കൊന്നും അറിഞ്ഞൂടാത്ത പോലെ എനിക്കറിയത്തില്ല, ആ ആളാണെങ്കിൽ ഇതുവരെ തന്നെ സ്വയം റിവീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ നിങ്ങൾ ഇത്രയും സംസാരിച്ചിട്ടും അയാളെ പറ്റി ഒന്നും അറിയൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് പോലും അവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അത് കഷ്ടമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ടോൺഫ ആണെങ്കിൽ എന്ത് ചെയ്യാനാ, കുഴപ്പമൊന്നുമില്ല, അവന് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ നിങ്ങൾ എത്ര നാളായി ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2 മാസമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അത് ഒരുപാടായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ടോൺഫ ആണെങ്കിൽ എനിക്കതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹമെന്നും പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഇങ്ങനെ ചെറുതായിട്ട് അതെന്തായാലും നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോൺഫ പക്ഷേ അത് കേട്ടിട്ട് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഒന്നുമില്ല, അത് പിന്നെ ഇക്കാലത്ത് അങ്ങനെ ആരും ലെറ്ററൊന്നും എഴുതാറൊന്നും ഇല്ലല്ലോ, സോ ആ എഴുതുന്ന ആൾ അതെന്തായാലും ഭയങ്കര ക്യൂട്ടാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ അവൻ എന്തൊക്കെയോ മാറ്റിയും തിരിച്ചുമൊക്കെ പറയുന്നുണ്ട്. സമയം ടോൺഫ പറയുന്നുണ്ട് ലെറ്റർ എഴുതുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷേ അതിൻ്റേതായ പ്രശ്നമുണ്ട്, നേരിട്ട് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, ശബ്ദം കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ അങ്ങ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആൾ ആരാണെന്ന് പോലും അറിഞ്ഞൂടാത്ത സിറ്റുവേഷനാണ്, എന്നെ അങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ആൾക്ക് തീരെ മനസാക്ഷി ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ടൈഫൂൺ മനസാക്ഷി ഉണ്ടാവത്തില്ലേ എന്നിങ്ങനെ പതുക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം പിന്നല്ലാണ്ട് എന്നെക്കൊണ്ട് ഇത്ര അയാൾ ഇഷ്ടപ്പെടുത്തിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ എന്താ പറയാമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ ശരിയാ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അന്ന് തിരിച്ച് ടൈഫൺ അവൻ്റെ ഡോമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ന് ടോൺഫയോട് സംസാരിച്ച കാര്യമൊക്കെ ആലോചിച്ച് ഭയങ്കര നാണിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എഴുന്നേറ്റിട്ട് ഫണ്ണിന് വേണ്ടിയിട്ട് ഡയറിയിൽ എഴുതുന്ന പോലെ എഴുതി തുടങ്ങുന്നുണ്ട്. ഫണ്ട് ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു, ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒറ്റപ്പെട്ടു പോകും, എൻ്റെ ലൈഫേ തീർന്നു, ഞാനും മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ, പക്ഷേ ഇത്രയും കാലം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ഒരുപാട് പേരെ എൻ്റെ കൂടെ കിട്ടി, ഇപ്പോൾ ലൈഫ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഇതിനേക്കാളും അടിപൊളിയാവുമെന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എഴുതുന്നുണ്ട്. അതൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും അവൻ വീണ്ടും ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്ന് നാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ടൈഫൂൺ ആണെങ്കിൽ അടുത്ത ദിവസം അവൻ്റെ ഫ്രണ്ട്സിനോട് ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ടോൺഫയുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആ ലെറ്റർ എഴുതുന്ന ആളെ പറ്റി താൻ ചോദിച്ചെന്നും ടോൺഫയ്ക്ക് ആ ഒരാൾ ഇഷ്ടമാണെന്നും തന്നോട് തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവസാനം പ്ലാൻ എന്തായാലും സക്സസ് ആയി, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന്. ആ സമയം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും ലെറ്റർ എഴുതുന്ന ആളെ അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ, സോ നിന്നെ അവന് എന്തായാലും ഇഷ്ടപ്പെടും, ഇനിയിപ്പോൾ നിന്നെ സ്വയം റിവീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിച്ചു തുടങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് വേണോ, അവൻ ചിലപ്പോൾ എൻ്റെ റിയാലിറ്റി ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ എന്നെ ഒഴിവാക്കാൻ നോക്കിയാലോ, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഓർത്ത് വിഷമം തോന്നിയാലോ, ഞാനാണ് ആ വ്യക്തി എന്ന് കരുതിയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇനിയെങ്കിലും നീ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുക, കാരണം അവൻ നിന്നെ ഇപ്പോൾ നന്നായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഒരിക്കലും ഇനി കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അവനും ഓക്കെ എന്നൊക്കെ പറഞ്ഞ ശേഷം അവൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്ക് പിന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്, ഞാനാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്, കാരണം ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് തീരുമാനിച്ചു, സോ അതിൻ്റെ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ടൈഫൂൺ ടേറിൻ്റെയും ഫോമിൻ്റെയും കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൈഫൂൺ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടേറും ഫോമും മാത്രം ആ ഒരു ക്ലാസ്സിലായി പോവല്ലോ എന്ന് ഇങ്ങനെ ടേറ് പറയുമ്പോഴത്തേക്കും അത് ശരിയാണ്, പക്ഷേ ഞാൻ പോയെന്ന് എഴുതിയിട്ട് രണ്ടും കൂടെ അടി ഉണ്ടായിക്കൊണ്ടൊന്നും ഇരുന്നേക്കരുത്, നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും മിസ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ടാറാണെങ്കിൽ അങ്ങനെയൊന്നും പറയാതെ നീ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കാണുകയും ചെയ്യുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
സമയം നോർത്ത് അല്ല നിൻ്റെ അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെ ഫോട്ടോഗ്രാഫി മാറ്റി പഠിക്കാൻ നിൽക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആൾ സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഇനിയിപ്പോൾ സമ്മതിച്ച് എനിക്ക് അതിൻ്റെ കോഴ്സിനുള്ള ക്യാഷ് തന്നില്ലെങ്കിൽ ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പോകും, അല്ലെങ്കിലും ലൈഫ് ലോങ് മൊത്തം ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫയുടെ കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ, നീ വീണ്ടും ടോൺഫയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നീ ആലോചിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഞാൻ ഒന്നിനെക്കുറിച്ചും കെയർ ചെയ്യാനായിട്ട് പോകുന്നില്ല, വരുന്നത് വരട്ടെ. എൻ്റെ അമ്മേനെയും ചേച്ചീനെയും എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫാണെങ്കിൽ ഒരുമാതിരിയായി, എനിക്കിനി ആരുമില്ല, അതുകൊണ്ട് ആകെയുള്ള അച്ഛനെയും കൂടെ വിട്ടുകളയാൻ പാടില്ല എന്ന്. എന്നാൽ അച്ഛൻ എന്നെ അങ്ങ് ഒഴിവാക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ സ്വയമേ അങ്ങ് നശിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഞാൻ പിന്നീട് എല്ലാം ഓക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഇനി ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാനും പോകുന്നില്ല, ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനും പോകുന്നില്ല. എനിക്ക് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നീ ശരിക്കും അടിപൊളിയാണ്, എന്തായാലും നീ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ഒരു കോൺഫിഡൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതാവോ ഇല്ല എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ കണ്ടില്ലേ നീ എപ്പോഴും ഇങ്ങനെ പോയി കളയും, ഒരിക്കൽ പോലും ഞങ്ങളോട് വരത്തില്ല, ഞങ്ങൾക്ക് എന്ത് ഒറ്റപ്പെടലാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ടേറും നോർത്തും കൂടെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഫൂൺ അല്ല 24 മണിക്കൂറും ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്ത് ഒറ്റപ്പെടലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഉടനെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്നുള്ള കാര്യമൊന്നും നീ മറക്കണ്ടെന്ന് ടേർ തിരിച്ച് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ അതെ ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേറെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു, നിങ്ങൾക്ക് ഓർഡർ ചെയ്ത ഫുഡ് ലാസ്റ്റ് ഞാനൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വന്നു എന്ന് അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം ടോൺഫേനെ കാണിക്കുമ്പോൾ അവനവൻ്റെ വീട്ടിൽ ഇരുന്നിങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന സമയത്ത് ടൈഫൂൺ കൊടുത്ത ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് അവനാണെങ്കിൽ ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോട്ടോയിൽ അവൻ എന്തോ ഇങ്ങനെ എഴുതുന്നുണ്ട്. പിറ്റേ ദിവസം ടൈഫൂൺ ആണെങ്കിൽ ടോൺഫയ്ക്ക് കൊടുക്കാനുള്ള കവർ കഫയിൽ ഏൽപ്പിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ടോൺഫെ അവന് വേണ്ടി വെച്ചിരുന്ന കവർ അവൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ടോൺഫ ചുറ്റിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവൻ ആ ഒരു കവറും കൊണ്ട് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു കവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടോൺഫ ആ ഒരു ആകാശത്തിൻ്റെ ഫോട്ടോ എടുത്തത് ആ ഒരു കവറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിൽ ടോൺഫ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പരസ്പരം ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. ഇത് ടോൺഫേനെ കാണിക്കുമ്പോൾ ടൈഫൂൺ തന്നെ കാണാൻ വരുമായിരിക്കും എന്നൊരു ചിന്തയിലൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ആ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇങ്ങനെ എഴുതി കൊടുത്തതെന്നെല്ലാം തന്നെ ലില്ലിനും ജോഹാനും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയമാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരുടെ കോൺവെർസേഷൻ നമ്മൾ കണ്ടതാണ്. ആ ഒരു ലെറ്റർ എഴുതിയ പയ്യനെക്കുറിച്ചെല്ലാം തന്നെ ടൈഫൂൺ ഒന്നും അറിഞ്ഞിടാത്ത പോലെയൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം അവർ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ നമ്മളെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ടോൺഫ ടൈഫൂണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പയ്യനെ നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷേ അവൻ എന്നെ ഇഷ്ടമുണ്ടോ എന്ന് ഉറപ്പില്ലല്ലോ, ചിലപ്പോൾ അവനും എനിക്ക് ഈ ലെറ്റർ എഴുതുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് ലെറ്റർ എഴുതുന്നുണ്ടെങ്കിലോ അവനെന്നെ പറ്റിക്കുവാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ടൈഫൂൺ ഒരിക്കലും ഇല്ല അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല ഞാൻ ഒന്ന് ഗസ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ എന്തായാലും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരുപക്ഷെ അവന് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ട് ചുമ്മാ എന്നെ കളിപ്പിക്കുകയാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലല്ല നിങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് വീണ്ടും പെട്ടെന്ന് ഇങ്ങനെ എടുത്തടിച്ച് ടൈഫൂൺ പറഞ്ഞു പോകുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ മിണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നത്. ടോൺഫയ്ക്ക് അപ്പോൾ കാര്യങ്ങൾ അറിയാമെങ്കിലും അവനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അവൻ എന്നെ മാത്രമാണ് ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂൺ അതെ നിന്നെ മാത്രമാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എന്നെ മാത്രമല്ല അവ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ മാത്രമേ അവ സ്നേഹിക്കുന്നുള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവൻ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ച് വീണ്ടും ടൈഫൂൺ പറയുന്നുണ്ട്. ടോൺഫ ഇത് ചോദിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ടൈഫൂണിനെ കൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സെല്ലിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ ടോൺഫ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും അവനെ കളിയാക്കിയപ്പോൾ നിനക്ക് സമാധാനമായെന്നൊക്കെ ജോഹാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ആ ടൈമിൽ അവനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്ന് ഇവൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇല്ലാ സമയം എന്തായാലും അവരെ പ്ലാനിങ് ഭയങ്കരമായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോർത്തും ടേറും വരെ ഉണ്ട്, പക്ഷെ അത്ര സ്മൂത്ത് അല്ല അവരെ കള്ളത്തരം മറയ്ക്കാനായിട്ട്. അവർ തന്നെ എല്ലാം റിവീൽ ചെയ്ത് തരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ടോൺഫ പറയുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവൻ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത്, കാരണം ഒരുപക്ഷെ അവൻ പറയുന്ന കേട്ട് ടേറാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ നിന്ന് കൊടുത്താലും നോർത്ത് അവൻ എന്തായാലും ഉന്തിത്തള്ളി എന്നെ കാണാനായിട്ട് വിടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ കണ്ടില്ലേ എൻ്റെ വൈഫ് കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടാവുന്ന എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് ശരി നോർത്ത് ചെയ്യുന്നതിന് നീയാണോ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതെന്ന് തിരിച്ച് ഹില്ല് ചോദിക്കുന്നുണ്ട്. ആ സമയം അവിടെ സൈഡിൽ ഉറങ്ങിക്കിടന്ന ആർത്തിഡ് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് അല്ല എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ സംഭവം എന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്. ജോഹാൻ അപ്പോൾ തുടങ്ങി ഇവൻ എന്ത് ബഹളാണെന്ന് വീണ്ടും പറയുന്നുണ്ട്. ആ സമയം തന്നെ ആർത്തിഡ് നോക്കുമ്പോൾ ടോൺഫ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിന്റെ മുഖം തടാ ജോഹാൻ്റെ പോലെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജോഹാൻ അപ്പോൾ അതെന്താ എന്നെ പോലെ നീ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിന്റെ തലയിൽ ഓരോരോ കുരുട്ട് ബുദ്ധികൾ ഉദിക്കുമ്പോഴാണ് നീ ഇങ്ങനെ ഒരു ചിരി ഇരിക്കുന്നത്, അതും ചിരിക്കുന്ന കണ്ടാത്തോന്നും നീ ഭയങ്കര സുന്ദരനാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ജോഹാൻ കുറച്ച് പൈസ എടുത്ത് ആർത്തിഡിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ആർത്തിഡ് നീ തന്നെ സുന്ദരൻ, നീയാണ് സുന്ദരൻ, നീ ഹാൻഡ്സം നമ്പർ 1 ആണ്, ഞാനൊക്കെ 2ാം സ്ഥാനത്തേ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനായിട്ട് ടൈഫൂണിൻ്റെ റൂമിൽ ടൈഫൂണും ഫ്രണ്ട്സ് നിൽക്കുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ ടോൺഫേനെ മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈഫൂണിന് അവനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവനെ ഇപ്പോൾ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടേറും പിന്നെ ദാവോയും കൂടെ ആയിട്ട്. എന്നാൽ നോർത്താണെങ്കിൽ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നേരിട്ട് പോയാൽ കണ്ടാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ദാവോ ആണെങ്കിൽ അതിന് അവന് കോൺഫിഡൻസ് ഇല്ല, സോ അവൻ ഇങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്.
ആ സമയം തന്നെ ടൈഫോൺ തിരിഞ്ഞിട്ട് എന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്കെന്നല്ല നിന്നെ ഒരിക്കലും പോലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ലെന്ന് ടേറിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ടേർ അപ്പോൾ നീയോ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നിട്ടാണ് ഡയലോഗ് അടിക്കാൻ വരുന്നതെന്ന് തിരിച്ച് നോർത്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓരോന്നിങ്ങനെ സംസാരിച്ചും പറഞ്ഞിരിക്കുന്നുണ്ട്. നോർത്ത ടൈമിന് ഇപ്പം തന്നെ നിനക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നില്ലേ, നീയാണെങ്കിൽ ആ ദിവസം ഈ കൊല്ലത്തിൽ പോയി കഴിഞ്ഞാൽ ചൂടെടുത്ത് നിനക്ക് എന്തെങ്കിലും ആയി പോകില്ല, നീ ഡ്രസ്സ് മാറ്റാനായിട്ട് ടൈഫോണിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ടൈഫോണിനോട് മീറ്റ് ചെയ്യാൻ തനിക്ക് ഓക്കെ ആണെന്നുള്ള കാര്യം തിരിച്ച് റിപ്ലൈ ആയിട്ട് ടോൺഫയ്ക്ക് അയച്ചു കൊടുത്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ദാവോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ നീയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ, നീ സംസാരിക്കുമ്പോഴത്തേക്കും നിൻ്റെ സൗണ്ട് വെച്ച് മനസ്സിലാക്കിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടൈഫോൺ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരിക്കുന്നതിന് പകരം ഒരു ബുക്കിൽ റിപ്ലൈ എഴുതി ഇങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അതായാലും മതി, നീ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക, നിന്നെ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നീ എന്ത് പറഞ്ഞാലും സമ്മതിച്ചറിയുകയും ചെയ്യുമെന്ന് തിരിച്ച് നോർത്ത് പറയുന്നുണ്ട്. ശേഷം ടൈഫോൺ ടോൺഫയ്ക്ക് ലെറ്റർ എഴുതുന്ന സമയത്ത് അതിനകത്ത് എഴുതുന്നുണ്ട്, ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അൺയൂഷ്വലായിട്ട് ഡ്രസ്സിങ് ചെയ്യത്തുള്ളൂ, ഞാൻ മൊത്തത്തിൽ കവർ ചെയ്ത് മാത്രമേ വരത്തുള്ളൂ, പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ അത് അറിയാത്ത പോലെ അങ്ങ് നിന്നേക്കണമെന്നൊക്കെ അവ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ടൈഫോൺ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നത് തന്നെ നോർത്താണ്. അങ്ങനെ ടൈഫോൺ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ടോൺഫ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടൈഫോൺ ഒന്നും പറയാതെ ടോൺഫയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ നീ എന്നെ മീറ്റ് ചെയ്യാൻ വന്നല്ലോ, അതിന് താങ്ക് യു സോ മച്ച്, നീ വരും തൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ടോൺഫ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിന്നെ എൻ്റെ സേഫ് സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്, നിനക്ക് എൻ്റെ സേഫ് സോൺ ആകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരാകാനും തയ്യാറാണെന്ന് ഒരു റിപ്ലൈ ആയിട്ട് അവൻ എഴുതി കൊടുക്കുന്നുണ്ട് നോട്ട് പാഡിൽ. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ടോൺഫ ആണെങ്കിൽ നീ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും സ്വീറ്റ് ആയിട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് അവൻ തിരിച്ച് എഴുതി മറുപടി കൊടുക്കുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ആ സെൻറ്റൻസ് നീ പറയുന്നത് പോലെ എനിക്ക് കേൾക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സംസാരിച്ച വോയിസ് മനസ്സിലാക്കുന്നുള്ളതുകൊണ്ട് തന്നെ വീണ്ടും സെയിം സെൻറ്റൻസ് നിങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അവ എഴുതി തന്നെ കാണിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ നീ എൻ്റെ സംസാരിക്കാനായിട്ട് റെഡി അല്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഐ എം സോറി എന്ന് അവനിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ഇല്ല കുഴപ്പമില്ല, നമുക്ക് എന്തായാലും തൽക്കാലം ഇത് മതി, ഞാൻ അതിൽ ഹാപ്പിയാണ്, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് മുമ്പ് ഒരു ലെറ്ററിൽ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഈ ഒരു പേര് എങ്ങനെയാണ് വന്നതെന്ന്, എൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ ഭയങ്കര ഉയരങ്ങളിൽ എത്തണമെന്നാണ് ആഗ്രഹം, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാവർക്കും ഒരു ആകാശം പോലെ ആയിരിക്കണം, ഒരു താങ്ങും തണലും ആയിരിക്കണം എന്നാണ് ആഗ്രഹം, നിനക്ക് ഞാൻ ആരായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹം ചോദിക്കുമ്പോഴത്തേക്കും ലവ് എന്ന് എഴുതി അവൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ടോൺഫയ്ക്ക് സത്യം പറയാൻ നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ടോൺഫ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം നീ എവിടെയായിരുന്നു, നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എൻ്റെ മുന്നേ വരാതിരുന്നതെന്ന്. ആ സമയം ടൈഫോൺ ജസ്റ്റ് ഒരു സ്മൈലി മാത്രം ഇങ്ങനെ വരച്ചിങ്ങനെ കാണിക്കുന്നുണ്ട്. ടൈഫോൺ ആ സമയം എഴുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന്. ആ സമയം ടോൺഫ അത് പിന്നെ എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി, കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി എന്നിങ്ങനെ പറഞ്ഞ ശേഷം നീയാണെങ്കിൽ എന്തുകൊണ്ടാണ് കാണാൻ വരാമെന്ന് സമ്മതിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈഫോൺ മറുപടിയായിട്ട് അത് പിന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണെന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ടോൺഫ ആ സമയം പക്ഷേ നീ നിൻ്റെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നില്ലേ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ തീരുമാനിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നിയെന്ന് അവൻ തിരിച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ്റെ കൈ പിടിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടൈഫോൺ ആണെങ്കിൽ കൈ നീട്ടുന്ന സമയത്ത് ടോൺഫ അവൻ്റെ കയ്യിലൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. ടൈഫോണിന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവനങ്ങ് ഇമോഷണലായിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അവൻ കരയുവാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഐ എം സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പെട്ടെന്ന് ടോൺഫ പറയുന്നുണ്ട്. എന്നാൽ ടൈഫോൺ അതിന് മറുപടി കൊടുക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും നിനക്ക് നിൻ്റെ കണ്ണീര് തുടയ്ക്കണം, ഞാൻ കണ്ണടച്ചിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോൺഫ കണ്ണടച്ചിരിക്കുന്നതും ടൈഫോൺ അവൻ്റെ മാസ്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ടോൺഫേനെ ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയം ടോൺഫ കണ്ണടച്ച് നിന്നുകൊണ്ട് തന്നെ ടൈഫോണിൻ്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അവൻ്റെ കൈ കൊണ്ട് ടൈഫോണിൻ്റെ ചുണ്ടിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയ ശേഷം ചേർന്ന് വന്നിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ടോൺഫ കണ്ണ് തുറക്കുന്നതിന് മുമ്പേ ടൈഫോൺ അവൻ്റെ മാസ്ക് ഒക്കെ വെച്ചിട്ട് തിരിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം പക്ഷേ ടോൺഫ അവനെ വിളിച്ചിട്ട് കിസ് ചെയ്തപ്പോൾ എനിക്ക് നിൻ്റെ ആ ഒരു ലിപ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. നാണിച്ചിട്ടായിരിക്കണം മറുപടി എന്ന് പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ടൈഫോൺ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു നോട്ട് പാഡും അവിടെ താഴേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ടൈഫോൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടൈഫോൺ പോകുന്നത് ടോൺഫ നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.